അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടെ നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. നമുക്കൊക്കെ റബ്ബ് നല്ല ആരോഗ്യമുള്ള, ശരീരത്തിന് ബലവും സുഖവുമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിലെ 30-ാമത്തെ ആയത്താണ്, 110 ആയത്ത്, അതിലെ 30-ാമത്തെ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 30, 31 എന്താണ് അള്ളാഹു പറയുന്നത്? ഇന്നല്ലദീന, ഇന്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ഇന്ന, തീർച്ചയായും അല്ലേ. ഇന്നല്ലദീന ആമനു, തീർച്ചയായും അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്തവർ. ഈ ഒരു പ്രയോഗം നമുക്കൊക്കെ അറിയല്ലേ, ആമനു എന്താ ഇത് പൊട്ടിലെ തേങ്ങട്ട പോലെ ഇടകിടക്കെന്ന് പറയാനുള്ള കാരണം, നമുക്കിടയിൽ 2 രൂപത്തിലുള്ള വിഭാഗങ്ങൾ രൂപപ്പെടും. ഒന്ന്, ഈമാനൊക്കെ നല്ല സ്ട്രോങ് ആണ്, പക്ഷെ അമല് തീരെ ഉണ്ടാവില്ല. അങ്ങനെ ഈമാന്റെ വർത്താനം ഉണ്ടാവും, പക്ഷെ അമൽ ഉണ്ടാവില്ല. ചിലര് അമലിൽ സജീവായിട്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്നത് കാണാം, പക്ഷെ ഈമാൻ ഉണ്ടാവില്ല. രണ്ടും അബദ്ധമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് വേണ്ടത് അള്ളാഹു തരക്കാരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ലദീന ആമനു, കാണാത്ത, നാം കണ്ടിട്ടില്ലാത്ത അള്ളാഹുവിനെ കാണുന്നത് പോലെയുള്ള വിശ്വാസം, എല്ലാം അള്ളാഹുവിന് കാണുന്ന ഉറച്ച വിശ്വാസം, എല്ലാം റബ്ബിന് വേണ്ടി മാത്രമാണെന്ന നിയ്യത്ത്, അത് വേണം. പിന്നെയോ ആ വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങൾ എമ്പാടും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ചെയ്താൽ, അല്ലെങ്കിലും ഇസ്ലാമിൽ കർമ്മങ്ങളുടെ മർമ്മമെന്ന് പറഞ്ഞാൽ നീയത്താണല്ലോ. നീയത്ത് നന്നാക്കാം. പള്ളിയുണ്ടാക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ആരെങ്കിലും പള്ളി നിർമ്മാണത്തിന് കൂടെ നിന്നാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവനക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരു കൊട്ടാരമുണ്ടാക്കി, ഒരു ഭവനം പണിതു കൊടുക്കുന്നതാണ്. ഇത്രത്തോളം ഹദീസുകളിൽ ഒരു പക്ഷിക്ക് കൂടാനുള്ള പള്ളി, പക്ഷിക്ക് നിൽക്കാൻ കഴിയുന്നിടത്ത് നമുക്കൊക്കെ നിസ്കരിക്കാൻ കഴിയില്ല, നമുക്കൊക്കെ അറിയാം അല്ലെ. പക്ഷി ചെറുതല്ലേ, അതിന്റെ കൂട്ടിൽ നിസ്കരിക്കാൻ കഴിയും? ഇല്ല. പക്ഷെ ഇതൊരു അങ്ങേയറ്റത്തെ വർത്തമാനമാണ്. ഒരു പക്ഷിക്ക് തങ്ങാനുള്ള അത്ര ചെറിയ ഒരു പള്ളി ഉണ്ടാക്കിയാൽ പോലും അവർക്ക് സ്വർഗത്തിൽ കൊട്ടാരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളി വളരെ പുണ്യമുള്ളതാണ്, ഒരുപാട് പുണ്യവും കിട്ടും. പക്ഷേ ആ പള്ളി നിർമ്മാണത്തിന്റെ ഉദ്ദേശം ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കലാണെങ്കിൽ, അല്ലെങ്കിൽ ആ പള്ളി കൊണ്ടുള്ള ഉദ്ദേശം പേരാണെങ്കിൽ, പെരുമയാണെങ്കിൽ, ആ പള്ളിയെ പറ്റി ഖുർആന് പോലും അത്തരത്തിലുള്ള തഫ്രീയത്തിന് വേണ്ടിയുള്ള പള്ളിയെ പറഞ്ഞത് മസ്ജിദുൽ ളിറാർ. അത് ളിറാറിന്റെ പള്ളിയാ, ബുദ്ധിമുട്ടിന്റെ പള്ളിയാ. റസൂലുള്ളാഹിനോട് അള്ളാഹുവിന്റെ ഓർഡർ, ആ പള്ളിക്ക് നിസ്കരിക്കാൻ തന്നെ പോകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മുത്തനബി പറഞ്ഞില്ലല്ലേ, ഒരു കാലഘട്ടം വരുന്നതാണ്, അന്ന് ഒരുപാട് പള്ളികൾ ഉണ്ടായിരിക്കും. മസാജിദുഹും ആമിറ, അമ്പരച്ചുംബിയായ പള്ളികൾ. പക്ഷേ വഹിയ ഖറാബും മിനൽ ഹുദാ, അത് ഹുദയിൽ നിന്ന് അകന്നു പോയ, തെറിച്ചു പോയതായിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. തഖ്വയുടെ മേൽ അസ്ഥിവാരമിടണം. ഒരു പള്ളി നിർമ്മാണം, ഒരു സ്ഥാപന നിർമ്മാണം, ഒരു കെട്ടിട നിർമ്മാണം, ഇതിന്റെ ഒക്കെ മർമ്മം അല്ലാഹ്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ അമലുസ് സ്വാലിഹാത്താണ്. അങ്ങനെ സൽക്കർമ്മം ചെയ്താൽ ഇന്നാ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമലാ. അല്ലാഹു പറയാണ്, ഇന്ന, തീർച്ചയായും നാം,
നാം നഷ്ടപ്പെടുത്തൂല അജ്റ കൂലി ഒരുത്തന്റെ അഹ്സന അമല, അവൻ പണിയെ നന്നാക്കിയിരിക്കും ചെയ്തതിനൊക്കെ അല്ലാഹു കൂലി തരും, ദുനിയാവിലും തരും ആഖിറത്തിലും തരും. പക്ഷെ വേണ്ടത് അമലു സ്വാലിഹാത്ത് മാത്രമാവാൻ പാടില്ല. ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നും നശിപ്പിക്കൂല എന്നാ പറഞ്ഞത്. ചെയ്തതിന്റെ മുഴുവൻ കൂലി, ചെറിയൊരു അധ്വാനം, ഒരു ഉറുമ്പിനൊന്ന് എടുത്ത് രക്ഷിച്ചതാണ്, ഒരു പക്ഷിങ്ങനെ പിടക്കുമൊന്ന് മാറ്റിവെച്ചതാണ്, ഒരു പൂച്ചക്കുട്ടി കരയുമ്പോ അതിനൊന്നെടുത്ത് അമ്മയുടെ ചാരത്ത് കൊണ്ടുപോയി വെച്ചതാണ്. എല്ലാം പുണ്യമാണ്, എല്ലാം അല്ലാഹുവിന് വേണ്ടിയാകണം. അങ്ങനെ ചെയ്താൽ അതിന്റെ ഒരു കൂലിയും നമ്മൾ നഷ്ടപ്പെടുത്തുന്നതല്ല. ദുനിയാവില് കിട്ടുന്ന കൂലി എന്താ? ദുനിയാവിൽ അമല് ചെയ്താൽ കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യം മനസ്സമാധാനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിന് സമാധാനം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ തങ്ങളെ വിളിച്ചിട്ട് പറയും, മരിഹന ബിസ്സലാത്തി യാ ബിലാൽ, ബിലാലേ നമുക്ക് നിസ്കരിച്ചിട്ടൊന്ന് ഹാപ്പി ആവല്ലേ. അത് തൗഫീഖ് നൽകട്ടെ. നമുക്ക് നിസ്കരിച്ചിട്ടൊന്ന് എൻജോയ് ആവല്ലേ, നമുക്ക് നിസ്കരിച്ചിട്ടൊന്ന് റാഹത്താവുകയല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിന്റെ സമാധാനം, ഇബാദത്ത് അല്ലാഹുവിന് വേണ്ടി, അതാ നമ്മൾ നോക്കേണ്ടത്. കർമ്മൊക്കെ മുഹ്തിലാത്ത് ബാത്തിലാകുന്ന വിഷയങ്ങളൊക്കെ വരാതെ സൂക്ഷിക്കണം. എന്നാൽ അതുപോലെ അല്ലെങ്കിൽ അതുക്കും മേലെയാണ് പടച്ചോനീ എടുക്കണ പണി അല്ലാഹുവിനല്ലേ. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകും. രണ്ടാമത്തത് ലദ്ദത്തുൽ ഇബാദത്താണ്. അല്ലാഹ് 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 ചെയ്യുന്നത് മുഴുവൻ അല്ലാഹുവിന് വേണ്ടി ചെയ്യുമ്പോ അതിന് വല്ലാത്ത ആനന്ദമായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് നിസ്കാരമായാലും, അത് ആതുര സേവനമായാലും, അത് പാവങ്ങളെ സഹായിക്കലായാലും, അത് ഖുർആനോദനായാലും, അത് തഅല്ലുമും തഅലീമുമായാലും എല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഭയങ്കര ഉഷാറായ ഒരു വ്യക്തിത്വമാണ് ഇമാമുന ശാഫിഈ തങ്ങൾ. ശാഫിഈ തങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്ത അമൽ എന്തായിരുന്നു? ഇൽമാണ്. പഠിക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, പഠിക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. ശാഫിഈ തങ്ങൾ പറഞ്ഞില്ല, എനിക്ക് ഭാര്യയുമായിട്ട് ഇണചേരുന്നതിനേക്കാളും ഒരു നല്ല ലഹരി ഉപയോഗിക്കുന്നതിനേക്കാളും എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആനന്ദം ഇൽമുമായി ബന്ധപ്പെടുമ്പോഴാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് വേണം? ചെയ്യുന്ന പണി അല്ലാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യാം. സയ്യിദ് അഹ്മദ് പൂക്കോയ തങ്ങൾ, PMS പൂക്കോയ തങ്ങൾ, നമുക്കറിയാം ഭാരതന്റെ വഫാത്തിന്റെ ദിനമായിരുന്നു ഇന്നലെ, അല്ലേ? ജമാഅത്തുൽ ആഖിർ 26 പൂക്കോയത്തങ്ങളും പാപ്പ നാടിന് വേണ്ടി ഓടി നടന്നു, ഉമ്മത്തിന് വേണ്ടി ഓടി നടന്നു, മരുന്ന് പോലും കുടിക്കാതെ ഓടി നടക്കുമ്പോ ആ മഹാൻ പറഞ്ഞില്ല, ഈ വണ്ടി ഉമ്മത്തിന് വേണ്ടി എത്രയെന്ന് പോകുമോ അതങ്ങ് പോകട്ടെ. ഉമ്മത്തിന് വേണ്ടി ഓടി നടക്കൽ അവർക്കൊരു ലദ്ദത്തായിരുന്നു. കാരണം അവർ ഉമ്മത്തിന് വേണ്ടി അധ്വാനിച്ചത് പേരിനല്ല, പെരുമക്കല്ല, അല്ലാഹുവിന് വേണ്ടിയായിരുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാർ, നമ്മൾ റിഫാഈ തങ്ങൾ അനുസ്മരിച്ചു. റിഫാഈ തങ്ങൾ ഓരോ ദിവസവും 1000 ഓരോ ദിവസവും നമ്മളെങ്ങനെ പറഞ്ഞിരുന്നത് 4 റക്അത്ത് നിസ്കരിക്കും. പക്ഷെ അതിലൊക്കെ 1000 റക്അത്ത് 1000 സൂറത്തുൽ ഇഖ്ലാസ് ഓതും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതവിടെ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇശാഇനെടുത്ത വുളൂ കൊണ്ട് സുബ്ഹിയും നിസ്കരിക്കും. എത്ര ദിവസം? ഒരു ദിവസമല്ല, ഒരു വർഷമല്ല, 40 years, 40 വർഷം. അവർക്ക് അതിന്റെ ലദ്ദത്ത് കിട്ടി, ആരാധനയുടെ മധുരം കിട്ടി. ലക്ഷദ്വീപിൽ കടന്നുപോയ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ ലക്ഷദ്വീപിൽ ഒരു പരിപാടിക്ക് പോയപ്പോ എനിക്ക് പരിചയപ്പെടുത്തി തരികയാണ് സയ്യിദ് സാഹിബ്, അല്ലേ? നമ്മൾ ഓർക്കുന്നുണ്ട്. ആ മനുഷ്യനെ പറ്റി അവിടുത്തെ ഉറ്റമിത്രങ്ങൾ പറയാണ്, 2 മണിക്കാണ് ആ മനുഷ്യൻ ഉറങ്ങുന്നതെങ്കിലും 4 മണിക്ക് എണീറ്റുകൊണ്ട്
തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു. ഒപ്പം നടന്ന രാഷ്ട്രീയ പ്രവർത്തകർ. ആ മനുഷ്യനിക്ക് ആ തഹജ്ജുദിന്റെ മധുരം ലഭിച്ചിരുന്നു. എന്താ കാരണം? തഹജ്ജുദ് നിസ്കരിച്ചത് അല്ലാഹുവിന് വേണ്ടി മാത്രമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ അല്ലാഹുവിന് വേണ്ടി വിശ്വാസത്തോടെ പണിയെടുത്താൽ കിട്ടുന്ന വലിയ നേട്ടം മനസ്സമാധാനമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ട്, ആരാധനക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് വരും, നല്ല ആനന്ദം വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തത് അൽ ഖുർബു ഇലല്ലാഹ്. നമ്മൾ അല്ലാഹുവിലേക്ക് അങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. അല്ലാഹുവിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അങ്ങനെ അറിയാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ അറിഞ്ഞാൽ, അഹദിലലിഞ്ഞാൽ അതുപോലെ ഒരു സുഖം ദുനിയാവിലില്ല. അല്ലാഹു ആ മഅരിഫത്തിന്റെ കവാടം നമുക്ക് തുറന്നു തരട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത് ദുനിയാവിലുള്ള നേട്ടാണ്. ഇനി ആഖിറത്തിലോ? അതാണ് 31ാമത്തെ ആയത്ത് ചർച്ച ചെയ്യുന്നത്. ഈമാനോടെ വിശ്വസിച്ചാൽ ഉലൈക അവർ, ലഹും അവർക്കുണ്ട്, ജന്നാതു അദ്ൻ. ജന്നാതു അദ്ൻ പരിശുദ്ധമായ സ്വർഗ്ഗത്തിലെ തോട്ടങ്ങൾ അവർക്കുണ്ട്. എങ്ങനെയുള്ള തോട്ടമാണ്? തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാർ. അതിന്റെ താഴ്ഭാഗത്തിലൂടെ നല്ല ആറുകൾ, നല്ല പുഴകൾ അങ്ങനെ ഒഴുകിപ്പോകുന്നു. നല്ലൊരു പൂന്തോപ്പ്, നല്ല ഒരു സ്വർഗ്ഗലോകം. അതിന്റെ താഴ്ഭാഗത്തിലൂടെ നല്ല അരുവികൾ. സുബ്ഹാനല്ലാഹ്. ഫീഹാ മിൻ അസാബിറ. അവിടെ നല്ല നല്ല മിൻ ദഹബ്, സ്വർണത്തിന്റെ വളകളുണ്ടായിരിക്കും. സ്വർണവളകൾ ധരിച്ചുകൊണ്ടുള്ള സ്വർഗനിവാസം. വസ്ത്രമോ വൽബസൂന സിയാബൻ ഹുറാ. നല്ല പച്ചപ്പുള്ള വസ്ത്രം. എന്തിനാലുള്ള? മിൻ സുന്ദുസിൻ വ ഇസ്തബറഖ്. സുന്ദുസ് എന്ന് പറഞ്ഞാലും ഇസ്തബറഖ് എന്ന് പറഞ്ഞാലും പട്ട് വസ്ത്രം എന്നർത്ഥം. എന്താ മാറ്റം? ഇടക്കിടക്ക് ഖുർആനിൽ വരുന്ന പദാണ് സുന്ദുസിൻ വ ഇസ്തബറഖ്. സുന്ദുസ് എന്ന് പറഞ്ഞാൽ നേരിയ പട്ടുവസ്ത്രം, ഇസ്തബറഖ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള പട്ടുവസ്ത്രം. അപ്പൊ നല്ലൊരു പൂന്തോപ്പ് ഒന്ന് ഇമേജിൻ ചെയ്തു നോക്കൂ. അതിനടിയിലൂടെ നല്ല പുഴകൾ ഒഴുകുന്നു. അവിടെ നല്ല സ്വർണവളകൾ ധരിച്ചുകൊണ്ട്, നല്ല പട്ടുവസ്ത്രം ധരിച്ച്, മുത്തഖഈന ഫീഹാ അലൽ അറായിക്, അവിടെയുള്ള സോഫകളിൽ അങ്ങനെ ചാരിയിരിക്കുന്നതാണ്. വല്ലാത്ത അനുഭവമല്ലേ അത്? നമ്മുടെ ദുനിയാവിലെ സ്വർഗമല്ല, ആഖിറത്തിലെ സ്വർഗം. അല്ലാഹു നമുക്ക് അവിടെ എത്താനുള്ള തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, നിഅമ സവാബു വഹസുനതു മുർതഫഖാ. ഇത് എന്തൊരു വലിയ കൂലിയാണ്. വഹസുനതു മുർതഫഖാ, വിശ്രമ കേന്ദ്രത്തിൽ എന്ത് സൗകര്യമുള്ള, എന്ത് സുന്ദരമായ ലോകമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സ്വർഗത്തെ പറ്റി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോ ആലോചിക്കണം, ആ സ്വർഗത്തില് ഞാനെന്നു കടന്നാൽ, ആ സ്വർഗത്തിലെ പുഴ, ആ സ്വർഗത്തിലെ അരുവികൾ, ആ സ്വർഗത്തിലെ ഒരു ഭാഗത്ത് പാലിന്റെ പുഴ, മറ്റൊരു ഭാഗത്ത് തേരൊഴുകിക്കൊണ്ടിരിക്കുന്നു. തരുണീമണികളുണ്ട്. ആഗ്രഹിക്കുന്നതൊക്കെ ലഭ്യമാകുന്നുണ്ട്. അല്ലാഹു നമുക്ക് അവിടേക്ക് പ്രവേശനം പ്രദാനം ചെയ്യട്ടെ. അതിന് ചില അധ്വാനങ്ങളൊക്കെ നടത്തണം. ഏതാണ് അധ്വാനം? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന നന്മകളൊക്കെ ചെയ്തോളി. ഫർള് ഒഴിവാക്കാതിരിക്കുക. പിന്നെ എനിക്ക് ചിലപ്പോ ഒരു നന്മ തോന്നും. എനിക്ക് തോന്നും ഏറ്റവും നല്ലത് ടീച്ചിങ് ആണ്, കുട്ടികളെ പഠിപ്പിക്കലാണ്, ഞാനത് ചെയ്യാം. നിങ്ങൾക്ക് തോന്നും ഏറ്റവും നല്ല പണി പാവങ്ങളെ സഹായിക്കലാണ്, നിങ്ങളത് ചെയ്തോളൂ. ഇങ്ങനെ ഓരോരുത്തർക്ക് തോന്നുന്ന ഫറള് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന നന്മകൾ തിന്മകളല്ല, തിന്മകൾ നന്മയായി തോന്നരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ നന്മ അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ നമ്മളെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലേ, സ്വർഗത്തിൽ നമ്മൾ പറയും റൊമാൻ പഴമുണ്ട്, പുഴയുണ്ട്,
പിന്നെന്താ പറയാറ്? സ്വർഗത്തിൽ നല്ല സോഫകൾ ചാരിയിരിക്കാൻ എവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്? ഇല്ലൽ അസാമി, ഇസ്മ എന്ന് പറഞ്ഞ പേര്. ഇവിടുത്തെ അവിടുത്തെയും റുമ്മാന്റെ പേരേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ റുമ്മാൻ പോലെയാണ് അവിടെ കിട്ടുന്ന റുമ്മാൻ എന്ന് വിചാരിക്കരുത്. അത് പേരിൽ മാത്രമേ സാമ്യമുള്ളൂ. അത് ഇതുക്കും മേലെ 100 ഇരട്ടിയായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ സോഫയുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സോഫയല്ല, അത് പേരിൽ മാത്രമാണ്. ഇവിടുത്തെ സോഫ കൊണ്ട് ആഖിറ ലോകത്തെ സുഖത്തെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അത് ഇരട്ടിയാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എത്രത്തോളം കള്ളിനെ പറ്റി എന്താ ഖുർആൻ പറഞ്ഞത്? ഖംർ എന്ന് പറഞ്ഞിട്ട് അതിന് കൊടുക്കുന്ന വിശേഷണം ലദ്ദത്തുൽ ലിശ്ശാരിബീൻ. കള്ള് ചിലപ്പോ ദുനിയാവിലെ കള്ള് മോശമായ മണം അല്ലെങ്കിൽ രുചിയെങ്കിലും മോശമായിരിക്കും. എന്നാൽ മാത്രമല്ല, കള്ള് കുടിച്ചാൽ അതിന് നെഗറ്റീവായ സൈഡ് എഫക്റ്റുകളും ദുനിയാവിലുണ്ടാകും. പക്ഷെ ആഖിറത്തിലെ മദ്യം അങ്ങനെയില്ല, ഒരു പ്രശ്നമില്ല. കുടിക്കുമ്പോൾ ആനന്ദമുണ്ട്, നെഗറ്റീവായ സൈഡ് എഫക്റ്റുകളൊന്നുമില്ല. അള്ളാഹു നമുക്ക് അവിടെ എത്തിപ്പെടാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ പ്രത്യേകത മാല ഐനുൽ റാസ്. അങ്ങനെയാണ് ഹദീസുകളിലൊക്കെ കാണാം. ഒരു കണ്ണും കാണാത്ത സുഖം, ഒരു ചെവിയും കേൾക്കാത്ത സൗകര്യം. എന്നിട്ട് പറയാണ് ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത സുഖമാണ് സ്വർഗത്തിലുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വർഗത്തിൽ ഒരാൾ പറയും, എനിക്ക് സ്വർഗത്തിലൊന്ന് കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം കൃഷി ചെയ്യാൻ അവസരം കിട്ടൂല. പയറ് മോഹിക്കുമ്പോഴേക്ക് കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല, പയറ് നമുക്കണ്ട് കിട്ടും. നമുക്ക് തക്കാളി വേണം, കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല, തക്കാളി ആഗ്രഹിക്കുമ്പോഴേക്ക് കിട്ടും. അപ്പോഴാണ് ഒരാളുടെ ബോധി, എനിക്ക് സ്വർഗത്തിലൊന്ന് കൃഷി ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ അല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് സ്വർഗ്ഗലോകത്ത് കൃഷിക്കുള്ള ആഗ്രഹം പ്രകടിപ്പിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹ് അയാളോട് ചോദിക്കത്രേ, എനിക്ക് വേണ്ടതൊക്കെ നമ്മൾ ഇവിടെ തരുന്നില്ലേ, എന്നാൽ എനിക്കൊന്ന് കൃഷി ചെയ്യണം. അപ്പൊ അല്ലാഹു അയാൾക്ക് അനുമതി കൊടുക്കുന്നു. അയാൾ വിത്ത് വിതറുന്നു. ഓൺ ദി സ്പോട്ടിൽ തന്നെ അത് മുളക്കുന്നു. ആ സ്പോട്ടിൽ തന്നെ അത് പറിച്ചെടുക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിലൊക്കെ പെട്ടെന്നാണ്, പണിയെടുത്താൽ പോലും പെട്ടെന്ന്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് സ്വർഗം കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ പണി ആമനു വ അമിലുസ് സാലിഹാത്ത്, വിശ്വസിച്ച് സൽക്കർമ്മം ചെയ്യാം. രണ്ടാമത്തൊരു പണി കൂടെ ഉണ്ട്. അതെന്താണ്? സ്വർഗത്തെ നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുവേ സ്വർഗം തരണേ, ഞങ്ങൾക്ക് സ്വർഗം തരണേ. നമ്മൾ ഒരു ദിനം 3 തവണ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ സ്വർഗം അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ അയാളെ സ്വർഗത്തിൽ കടത്തണേ. 3 തവണ ഒരാൾ ദിനം പ്രതി സ്വർഗം ചോദിച്ചാൽ സ്വർഗം അല്ലാഹുവിനോട് പറയും, അയാളെ സ്വർഗത്തിൽ കടത്തണേ. ചോദിച്ചൂടെ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന. അതാണ് ഹദ്ദാദിൽ 3 തവണ നമ്മൾ ചോദിക്കും. ഹദ്ദാദിൽ വേണ്ട ഏകദേശം ദിക്റുകളൊക്കെ ഉണ്ട്. അല്ലാഹു പതിവാക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. 3 തവണ ചോദിച്ചാൽ. ഇനി സ്വർഗം ചോദിക്കുമ്പോ ഏത് സ്വർഗ ചോദിക്കേണ്ടത്? ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ, സ്വർഗത്തിന് 100 തട്ടുകളുണ്ട്. ഏറ്റവും വലിയ തട്ട് ഏതാർക്കെങ്കിലും അറിയോ? ജന്നത്തുൽ ഫിർദൗസ്. റസൂലുള്ളാഹി പറയാണ്, ഫഇദാ സഅൽതുമുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ
ഫസലൂഹുൽ ഫിർദൗസ, നിങ്ങൾ ഫിർദൗസ് തന്നെ ചോദിക്കണം. എനിക്ക് സ്വർഗത്തിലേക്ക് ഇങ്ങനെ പിന്നിക്കൂടെ നൈസായി കിടന്ന മൂലക്കരിക്കുക, അങ്ങനല്ല ചോദിക്കേണ്ടത്. അല്ലാഹുവേ, എനിക്ക് റസൂലുള്ളാഹിന്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ ഫിർദൗസിൽ നിന്റെ ലിഖാ അനുഭവിക്കാനുള്ള ഇടം നൽകണേ. ഇതാണ് ജന്നത്തുൽ ഫിർദൗസ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് നമ്മുടെ ദുആന്റെ എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാം അല്ലാഹുവിനോട് അങ്ങേയതല ചോദിക്കണം. അല്ലാഹുക്ക് അതാണ് ഇഷ്ടം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എനിക്കിങ്ങനെ തട്ടിമുട്ടി ഫർളൊന്നും മുടങ്ങ അങ്ങനെയല്ല. റബ്ബേ, എനിക്ക് ഫറളും ഒരുപാട് സുന്നത്തും ഒരുപാട് ഖുർആൻ ഓതാനുമുള്ള തൗഫീഖ് നൽകണേ. നമ്മുടെ ചോദ്യം മുഴുവൻ അങ്ങനെയാകണം. ഫസലുല്ലാഹൽ ഫിർദൗസ, നിങ്ങൾ ഫിർദൗസ് തന്നെ ചോദിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗ്ഗത്തിൽ തട്ടുകളാണ്. എന്നാൽ ആ തട്ടുകളിൽ ഏറ്റവും വലിയ ഒരു ലക്കി കിട്ടുന്ന വിഭാഗമുണ്ട്. ഖാരിഉൽ ഖുർആൻ, സാഹിബുൽ ഖുർആൻ. ഖുർആനുമായി ഇങ്ങനെ ബന്ധപ്പെട്ട് ഖുർആൻ ഹിഫ്ളാക്കി ഓതിയൊക്കെ നടന്നവർക്ക് സ്വർഗത്തിൽ വലിയ മെച്ചാണ്. അവരോടൊന്ന് പറഞ്ഞ് ഓതിക്കോ, അത് കയറിക്കോ, കുറച്ചോത് കുറച്ച് കയറ, കുറച്ചോത് കുറച്ച് കയറ, കുറച്ചോത് കുറച്ച് കയറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ലോണം ഓതണം. കഴിവിന്റെ അത്ര കാണാതെ പഠിക്കണം. ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ അതൊരു വല്ലാത്ത രംഗമാണ്. ഒരുപാട് പേര് നരകത്തിലേക്ക് മാറ്റപ്പെടുമ്പോ ഒരു വിഭാഗത്തോട് അല്ലാഹു പറയാണ്, ഇഖ്റ, ഓതിക്കോ, വസ്അദ്, വസ്അദ്, കയറിക്കോ. അങ്ങനെ അവര് കയറിക്കൊണ്ടിരിക്കുമാരെ സാഹിബുൽ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊരു വമ്പൻ ഹദീസ്, മനോഹരമായ സ്വർഗ്ഗം കിട്ടാനുള്ളൊരു ഗുണബോധമുള്ള ഹദീസ്. നബി ചോദിക്കാണ്, അലാ ഉഖ്ബിറുക്കും. ഒരു രംഗാണത്. സഹാബാക്കളുടെ മുമ്പിൽ അള്ളാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രംഗം. അലാ ഉഖ്ബിറുക്കും, കേൾക്കട്ടെ, ഒരു വളരെ മർമ്മമാണ്. അലാ ഉഖ്ബിറുക്കും ബിഉറഫിൽ ജന്ന, സ്വർഗ്ഗത്തിലെ റൂം എങ്ങനെയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെന്ന് ചോദിച്ചു റസൂലുള്ളാഹ്. ആ പറഞ്ഞൊരു ഹബീബേ, ബലാ യാ റസൂലല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹി വിശദീകരിക്കാൻ തുടങ്ങി. നല്ല മരതക കല്ലുകൊണ്ടുള്ള, അതുപോലെ തുറാബ് പോലും സ്വർണമായി മാറിയിട്ടുള്ള വലിയ വലിയ റൂമുകൾ, നീണ്ടു കിടക്കുന്ന റൂമുകൾ. അതിന്റെ ഉള്ളുന്ന് പുറത്തോട്ടും പുറത്തുനിന്ന് ഉള്ളുക്കും കാണുന്ന വളരെ മനോഹരമായ മൊഞ്ചുള്ള സന്തോഷമുള്ള വീടുകൾ. ഇങ്ങനെ റസൂലുള്ളാഹി വിശദീകരിച്ചപ്പോ സഹാബാക്കൾ ചോദിച്ചു, കേൾക്കണം, സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഈ സ്വർഗ്ഗമൊക്കെ ആർക്ക് കിട്ടാനാണ്? ഇത്ര വലിയ സ്വർഗ്ഗമൊക്കെ കിട്ടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സ്വർഗ്ഗം കിട്ടുന്നത് 4 ക്വാളിറ്റി ഉള്ളവർക്കാണ്. കേൾക്കണം, ഈ വലിയ സ്വർഗ്ഗം ഉണ്ടല്ലോ, നമ്മളിപ്പോ ഈ പറഞ്ഞ സ്വർഗ്ഗം, ഇത് ആർക്കാ കിട്ടാന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറയാണ്, 4 ക്വാളിറ്റി ഉള്ളവർക്ക് ആ സ്വർഗ്ഗം കിട്ടും. ഒന്നാമത്തെ ക്വാളിറ്റി, ലിമൻ അഫ്ശസ് സലാം, സലാം വ്യാപിപ്പിക്കുക. അസ്സലാമു അലൈക്കും, സലാം വ്യാപിപ്പിക്കുക. പോരാ, നോമ്പിനെ നിത്യമാക്കുക. രണ്ടാമത്തെ ക്വാളിറ്റി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ ക്വാളിറ്റി, ഒരുപാട് ഭക്ഷണം കഴിപ്പിക്കുക. ജനങ്ങൾ ഉറങ്ങുമ്പോ രാത്രി നിസ്കരിക്കുകയും ചെയ്യുക. ഒന്ന്, ലിമൻ അഫ്ശസ് സലാം, സലാമിനെ വ്യാപിപ്പിക്കണം. രണ്ടാമത്തത് നോമ്പിനെ നിത്യമാക്കണം. മൂന്നാമത്തത് ഭക്ഷണം നല്ലോണം കഴിക്കണമെന്നല്ല, കഴിപ്പിക്കണം, തീറ്റിപ്പിക്കണം. ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. ജനങ്ങൾ ഉറങ്ങുമ്പോ രാത്രി നിസ്കരിക്കുക. ഇത് കേട്ടോ സഹാബാക്കൾ ഒരു ചോദ്യം, റസൂലേ, ഇതൊക്കെ ആർക്കാ കഴിയ?
എല്ലാവർക്കും കൂടെ ഭക്ഷണം കൊടുക്കുക. ആളുകളൊക്കെ ഉറങ്ങുമ്പോ നിസ്കരിക്കുക. പഠിച്ചോനെ, ഇത് റിസ്കല്ലേ? റസൂലുള്ള പറഞ്ഞു, ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് തതീഖു, അതിന് സാധ്യമാണ്. ഈ നാല് കാര്യങ്ങളും ചെയ്ത് സ്വർഗത്തിൽ കടക്കാൻ എന്റെ ഉമ്മത്തിന് സാധ്യമാകുമെന്ന് പറഞ്ഞ് ഈ നാല് കാര്യത്തെയും ഒന്ന് അള്ളാന്റെ റസൂൽ എടുപ്പാക്കി കൊടുക്കുക. അതെങ്ങനെയെന്നറിയോ? കാണുന്നവരോടൊക്കെ സലാം പറയാ, എന്നാൽ അവൻ അഫ്ശസ്സലാമിൽ പെട്ടിരിക്കുന്നു. നമുക്കൊക്കെ കഴിയൂലേ? ദുനിയാവിലുള്ള എല്ലാരോടും സലാം പറയണ്ട, കാണുന്നവരോടൊക്കെ ആ വൃത്തിയിൽ അസ്സലാമു അലൈക്കും, ഓ അലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതാ ഒരു ചടങ്ങിനല്ല, ആ മനോഹരമായിട്ട് രണ്ട് കൈയും കൊടുക്കാൻ കഴിഞ്ഞല്ല. അങ്ങനെ കൈ മുഴുവനായിട്ടില്ല, അതിങ്ങനെ തോണ്ടി പോകാനോ അങ്ങനെ ആക്കാനൊന്നുമല്ല. അസ്സലാമു അലൈക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. കാണുന്നവർക്കും ഇങ്ങനെ സലാം കൊടുക്കാം. അപ്പൊ ഓക്കെ, അത് റെഡിയായി. ഇനി രണ്ടാമത്തേത് ഏതാ? നോമ്പ്. എന്നും നോമ്പ് എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ മാസവും 3 ദിനം നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അയ്യാമുൽ ബീളാകാം, അല്ലെങ്കിൽ 3 തിങ്കളാഴ്ച പിടിക്കാം, 3 വ്യാഴാഴ്ച പിടിക്കാം, ഏതെങ്കിലും ഒരർത്ഥത്തിൽ 3 ദിവസം നോമ്പ് നോറ്റാൽ നോമ്പിനെ നിത്യമാക്കിയവരെ പോലെയാണ്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇനി അടുത്തത് ഏതാ? ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അഹ്ലഹു വഇയാലഹു, തന്റെ കുടുംബത്തിന് വേണ്ട ഭക്ഷണം കൃത്യമായി നടത്തിയാൽ തന്നെ അവർക്ക് റസൂലുള്ള പറഞ്ഞ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ള പുണ്യവും കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലാമത്തെ നമുക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും. ജനങ്ങളൊക്കെ നിസ്കരിച്ചാൽ പോരെ, എപ്പോ വേണം? ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോ നിസ്കരിക്കണം. റസൂലുള്ള അതിനും പരിഹാരം പറഞ്ഞു കൊടുത്തു. ആരെങ്കിലും അൽ ഇശാഉൽ അഖീറ, അവസാനത്തെ ഇഷ എന്ന് പറഞ്ഞാൽ അതൊരു അറബിയിലൊരു പ്രയോഗം. ഇശാഇൻ എന്ന് പറഞ്ഞാൽ 2 ഇഷ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തോണ്ട് ഉദ്ദേശം മഗ്രിബാണ്, രണ്ടാമത്തോണ്ട് ഉദ്ദേശം ഇശാവാണ്. റസൂലുള്ളാഹി പറയാണ്, ഇശാ നിസ്കാരത്തെ ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ, ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ ആരെ പോലെയാണ്? ജനങ്ങൾ ഉറങ്ങുമ്പോ രാത്രി നിസ്കരിച്ചവനെ പോലെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇശാ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ജനങ്ങൾ ഉറങ്ങുമ്പോ രാത്രി നിസ്കരിച്ചവരെ പോലെയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ അങ്ങനെ ജനങ്ങൾ ഉറങ്ങണില്ലല്ലോ. വന്നാസു, അവിടെ ജനങ്ങൾ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം യഹൂദും ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. അവരുറങ്ങുന്ന സമയത്ത് നമ്മൾ ഇശാ ജമാഅത്തായി നിസ്കരിക്കും. അതുകൊണ്ടാണല്ലോ ളുഹുറും അസ്റും എന്താവൂല, മെല്ലെ ഓതിയാ മതി സൂറത്ത്. പക്ഷെ മഗ്രിബ് ഇശാക്ക് എന്താവണം? ഉറക്കോതണം. കാരണം അവിടെ ഇവരെ കൊണ്ടുള്ള ഖൗഫ് നമുക്കുണ്ടാവില്ല. അവരുറങ്ങുന്ന സമയത്ത് നാം നിസ്കരിച്ച പുണ്യം കിട്ടുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സ്വർഗത്തിൽ എത്തിപ്പെട്ടാൽ ഒരുപാട് പണിയെടുക്കണം നമ്മൾ. പക്ഷെ ആ പണിയുടെ പ്രധാനം നമുക്ക് റിസ്ക് ഉള്ളത് ചെയ്യാന്നുള്ളതല്ല, നമുക്ക് കഴിയണത് ചെയ്യാം. പക്ഷെ ചെയ്യണതല്ല മർമ്മം, ആ കർമ്മമല്ല മർമ്മം. ആ ചെയ്യണ സമയത്തുള്ള നിയ്യത്ത് അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം. ഭക്ഷണം കൊടുക്കണതല്ല, ഭക്ഷണം കൊടുക്കുന്നത് എന്തിനാവണം? സ്വർഗം കിട്ടാൻ. സലാം പറയുന്നത് എന്തിനാകണം? സ്വർഗം കിട്ടാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്രത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കി, നാളെ സ്വർഗലോകത്ത് അല മനാബിരിൽ ജന്ന, സ്വർഗത്തിന്റെ മിമ്പറുകളിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ കാണാൻ കഴിയും. കുറച്ച് ആളുകൾ കാണാൻ സ്വർഗത്തിലെ മിമ്പറിൽ ഇങ്ങനെ ഉയർന്ന ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു ടീം നിൽക്കുന്നു, അവരെ ആസ്വദിക്കുന്നു, വർത്തമാനം പറയുന്നു. അമ്പിയാക്കൾ പോലും അവരെ കാണുമ്പോ അസൂയ, ആ ദറജക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ലല്ലോ. അവരാണെങ്കിലും അവരമ്പിയാക്കളോ ശുഹദാക്കളൊന്നും എല്ലാവരും അത്രയും വലിയ ഉന്നതങ്ങളിൽ കുറച്ച് ആളുകൾ. റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ടല്ലോ, ആരാണിത്? ഉത്തരം എന്താണ്? അൽ മുതഹാബൂന ഫില്ലാഹ്,
അള്ളാഹുവിന്റെ മാർഗത്തില് സ്നേഹിക്കുന്നവരാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ലെവലാണ് സ്നേഹിക്കുക. ഒരാളെ സ്നേഹിക്കുക, ആ സ്നേഹം അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ അതൊരു 4-5 ആളുകളുടെ ഒരു കൂട്ടായ്മ. അവരെന്തിനാ സ്നേഹിക്കണത്? അള്ളാഹുവിന് വേണ്ടി. അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചാൽ പോലും അവർക്ക് കിട്ടാൻ പോകുന്നത് യാ അല്ലാഹ് സ്വർഗ്ഗലോകത്തെ ഉയർന്ന വാദം, തെളിച്ചമുള്ള അവരെ മുഖത്ത് മുഴുവൻ നൂറില്ല. അള്ളാഹ് കൊടുക്കുന്ന പ്രത്യേക പ്രകാശം കൊണ്ട് അവരെ മുഖം ഇങ്ങനെ തിളങ്ങും. അവരുടെ ആര് പോലും അസൂയ വെക്കും. അമ്പിയാക്കൾ ആരാണവർ? അൽ മുതഹാബൂന ബില്ലാ. ആര് പൈസ കൊടുക്കേ രാത്രി വേണം നിസ്കരിക്കുന്നില്ല, അവര് സിമ്പിളായിട്ട് സ്നേഹിച്ചതാ. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടിയായിരുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ സുഖം ഇതവിടെ അരുവിണ്ട്, ഊർലിങ്ങളുണ്ട്, ഇതൊക്കെ ഒരു പേരിലുള്ള സുഖം. വലിയൊരു സുഖമുണ്ട്. സ്വർഗ്ഗക്കാരെ സ്വർഗ്ഗത്തിലേക്ക് കടന്നാൽ അല്ലാഹു അവരോട് ചോദിക്കുമത്രേ, തുരീദൂന ശൈഅൻ അസീദുകും, ഇനി എന്തെങ്കിലും കൂട്ടിത്തരണോ? നമ്മുടെ സ്വർഗ്ഗത്തിലേക്ക് നോക്കുമ്പോ സംതിങ് എൽസ്, എന്തെങ്കിലും വേണോ? അപ്പൊ അവരെ അല്ലാഹുവോട് പറയും, അലം തുബയ്യിദു വുജൂഹന, നീ ഞങ്ങളെ മുഖത്തിന് നല്ല മൊഞ്ച് നൽകിയില്ലേ? അലം തുദ്ഖിലനൽ ജന്ന, നീ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കടത്തിയില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ? ഇനി ഇതുക്കും മേലെ എന്ത് സുഖമാണ്? സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ആറാടുമ്പോൾ അള്ളാന്റെ ചോദ്യം, എന്തെങ്കിലും വേണം? അഭയം പറഞ്ഞു, ഇതുക്കും മേലെന്താണ്? അപ്പോഴാണ് ഫയക്ഷിഫുൽ ഹിജാബ്, നമുക്കും അല്ലാഹുവിനും ഇടയിലുള്ള ആ മറയങ്ങ് നീങ്ങുക. അപ്പൊ അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്നുള്ള ഒരൽപ്പം നമ്മളങ്ങ് കാണുന്നു. അല്ലാഹുവിനെ കാണുന്നതോടെ ബാക്കി സുഖങ്ങളൊക്കെ സൈഡായി പോകുന്നു. അള്ളാഹനെ കാണുന്ന സുഖം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കാണ്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഏറ്റവും വലിയ സുഖം അള്ളാഹനെ കാണലാണല്ലോ. അല്ലാഹുവിനെ കാണുക. മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും സ്വർഗ്ഗനിവാസികൾക്ക് അള്ളാഹനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാവും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതിങ്ങനെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ കൂട്ടുകുടുംബാദികൾ അടുക്കൽ പോകുമ്പോ അവരും അള്ളാഹനെ കണ്ടിട്ടുണ്ടാവും, നമ്മളും അള്ളാഹനെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അവര് കാണുമ്പോ ചോദിക്കും, അല്ല ഭയങ്കര ഭംഗി കൂടിയല്ലോ. നമ്മൾ അങ്ങോട്ട് ചോദിക്കും, ഇയും ഭയങ്കര ഭംഗി കൂടിയല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത ചന്തം. അള്ളാഹുവിനെ കാണും തോറും ഭംഗി കൂടിക്കൊണ്ടിരിക്കും. അള്ളാഹു തരട്ടെ, അള്ളാഹു തരട്ടെ, അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. അതൊക്കെ കിട്ടാൻ അള്ളാഹ് പറഞ്ഞത് സൂറത്തുൽ കഹ്ഫിന്റെ അവസാനം, നല്ലതാന്ന് തോന്നണതൊക്കെ ചെയ്തോളി, നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തോളി. നല്ല എല്ലാവർക്കും ഒരേ നന്മ ആയിരിക്കൂല. എനിക്ക് റിസ്ക് ഉള്ള ചിലപ്പോൾ നിങ്ങൾക്ക് എളുപ്പവും, നിങ്ങൾക്ക് എളുപ്പമുള്ളത് എനിക്ക് റിസ്ക്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അള്ളാഹ് എന്താ പറഞ്ഞത്? സാലിഹൻ, നല്ലത് നിങ്ങൾ ചെയ്തോളി. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, ഒരു ഉറുപ്പിക കൊടുക്കുകയാണെങ്കിൽ പോലും നിയ്യത്ത് ക്ലിയർ ചെയ്യാം, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്.